PSLV C-55 ടെലിയോസ് 2 മിഷൻ ISRO വിക്ഷേപിക്കുന്നത് 2023 ഏപ്രിൽ 22 ഓർത്തിരിക്കുക. PSLV C-55 ടെലിയോസ് 2 മിഷൻ ISRO വിക്ഷേപിക്കുന്നത് 2023 ഏപ്രിൽ 22 ഇത് വിക്ഷേപിക്കുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് തന്നെയാണ്. ഈ മിഷനുമായി ബന്ധപ്പെട്ട് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നിട്ടുള്ള ISROയുടെ കൊമേഴ്ഷ്യൽ ആമും ISROയുടെ കൊമേഴ്ഷ്യൽ വിങ് ആയിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്പേസ് ഏജൻസി തമ്മിൽ നടത്തിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ടെലിയോസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള സാറ്റലൈറ്റും ലൂമിനേറ്റ് 5 എന്ന് പറഞ്ഞിട്ടുള്ള 2 സാറ്റലൈറ്റുകളെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഈ ടെലിയോസ് 2 ആൻഡ് ലൂമിനേറ്റ് 5 എന്ന് പറഞ്ഞിട്ടുള്ള 2 സാറ്റലൈറ്റുകളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടില്ല. അത് മറ്റു രാജ്യത്തിൻ്റെ സാറ്റലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഈ മിഷനുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് PSLV C-55 കുറിച്ചും PSLV C-55ൻ്റെ 4th സ്റ്റേജ് ആയിട്ട് വരുന്ന POEM-2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർബിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുമാണ്. POEM-2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെലോഡ് ഉണ്ട്, അതൊരു ഓർബിറ്റൽ പ്ലാറ്റ്ഫോമാണ്. POEM-2 എന്ന് വെച്ചാൽ PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ. ഓക്കെ, POEM-1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് മുമ്പ് നടത്തിയിട്ട് 2022 അതിനുശേഷം നടത്തുന്ന POEM-2 എന്നിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണിത്. ഓക്കെ, PSLV C-55 കുറിച്ച് നോക്കുവാണെങ്കിൽ PSLV C-55 57ാമത് മിഷനാണെന്ന് കാണാം. PSLV C-55ൻ്റെ 57ാമത് വിക്ഷേപണമാണ് ഇത്. അതുപോലെ തന്നെ PSLV കോറലോൺ വേരിയൻറ്റ് അഥവാ CA, PSLV CA അഥവാ കോറലോൺ വേരിയൻറ്റിൻ്റെ 16ാമത് വിക്ഷേപണമാണ്. എന്താണ് ഈ കോറലോൺ വേരിയൻറ്റ്? എന്താണ് വേരിയൻറ്റുകൾ? നമ്മളൊരു ഷോറൂമിൽ കാർ വാങ്ങിക്കാൻ പോകുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേരിയൻറ്റുകൾ ഉണ്ടാവും. അതൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് മേടിക്കുന്നത്. അതുപോലെ തന്നെയാണ് വിക്ഷേപണ വാഹനമായിട്ടുള്ള PSLVക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേരിയൻറ്റുകളുണ്ട്. ഇത് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ചിട്ടാണ്. PSLVക്ക് ഇപ്പോൾ കൂടുതൽ ഭാരമുള്ള സാറ്റലൈറ്റുകളുടെ ഭാരത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വേരിയൻറ്റുകൾ നമ്മൾ തീരുമാനിക്കുന്നത്. കൂടുതൽ പവർഫുള്ളായിട്ടുള്ള വേരിയൻറ്റ് വേണമെങ്കിൽ കൂടുതൽ കൂടുതൽ ഭാരമുള്ള സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നതിനായിട്ട് കൂടുതൽ പവർഫുള്ളായിട്ടുള്ള വേരിയൻറ്റുകൾ വേണം അല്ലേ? അപ്പോൾ വേരിയൻറ്റുകൾ വേറെ വേരിയൻറ്റുകൾ താരതമ്യേന ഭാരം കുറഞ്ഞിട്ടുള്ള വേരിയൻറ്റുകൾ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പോകുന്ന വേരിയൻറ്റുകൾ മതി. അപ്പോൾ കോറലോൺ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു PSLVയുടെ കോർ എന്ന് പറഞ്ഞാൽ എന്താ? കോർ എന്ന് പറയുന്നുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ കോർ അലോൺ എന്ന് പറയുമ്പോൾ കോറ് മാത്രമായിട്ട് ഈ വേരിയൻറ്റിൽ വരത്തുള്ളൂ. ഓക്കെ, ഈ വേരിയൻറ്റുകളെ കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് PSLVയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേരിയൻറ്റുകൾ. PSLV G, PSLV CA, PSLV XL, PSLV DL, PSLV QL എന്നിങ്ങനെയുള്ള വേരിയൻറ്റുകളുണ്ട്. ഓക്കെ, ഇതിൽ PSLV G എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റിൽ ഈ വേരിയൻറ്റുകളെ വേരിയൻറ്റിൽ തരംതിരിക്കുന്നത് അതിൻ്റെ സ്ട്രാപ്പ് ഓൺ മോട്ടറുകൾ, ഈ കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഇത്തരം മോട്ടറുകളെയാണ് സ്ട്രാപ്പ് ഓൺ മോട്ടറുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ സ്ട്രാപ്പ് ഓൺ മോട്ടറുകളുടെ എണ്ണമാണ് ഈ വേരിയൻറ്റുകളെ തീരുമാനിക്കുന്നത്. PSLV Gയിൽ 6 സ്ട്രാപ്പ് ഓൺ മോട്ടറുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ PSLV Xലും 6 സ്ട്രാപ്പ് ഓൺ മോട്ടറുകൾ ഉണ്ടാകും. പക്ഷേ Gനെ അപേക്ഷിച്ച് കൂടുതൽ വലിപ്പമേറിയ സ്ട്രാപ്പ് ഓൺ മോട്ടറുകളാണ് XLിലുള്ളത്. ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള PSLV വേരിയൻ്റ് ഏതെന്ന് ചോദിച്ചാൽ PSLV XL ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ PSLV DLൽ 2 സ്ട്രാപ്പ് ഓൺ മോട്ടറുകൾ ഉണ്ടായിരിക്കും. PSLV QLൽ 4 സ്ട്രാപ്പ് ഓൺ മോട്ടറുകൾ ഉണ്ടായിരിക്കും. PSLV QLൽ 4 സ്ട്രാപ്പ് ഓൺ മോട്ടറുകളുണ്ട്. അതുപോലെ തന്നെ കോറലോൺ വേരിയൻറ്റിൽ കോറ് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ നമുക്കൊരു സംശയം തോന്നാം നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ഇതെന്താണെന്ന് അല്ലേ? ഇത് ഈ ഒരു വിക്ഷേപണ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നിയന്ത്രിക്കുന്നതിനായിട്ട്, സ്റ്റെബിലിറ്റി കറക്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ചെറിയ ത്രസ്റ്ററുകളാണ്. ഓക്കെ, ചെറിയൊരു ത്രസ്റ്ററുകൾ ഉപയോഗിച്ചിരിക്കുകയാണ്, അല്ലാതെ അത് വലിയ സ്ട്രാപ്പ് ഓൺ മോട്ടറുകളല്ല. ഓക്കെ, ഇത്രയുമാണ് PSLVയുടെ വേരിയൻറ്റുകളെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ PSLVയുടെ പ്രൊപ്പലൻ്റ് നോക്കുവാണെങ്കിൽ ഇതിന് വ്യത്യസ്തങ്ങളായുള്ള സ്റ്റേജുകളുണ്ട്. PSLV നമ്മൾ പഠിച്ചിട്ടുണ്ട്, 4 സ്റ്റേജിലൊരു വാഹനമാണ്, വിക്ഷേപണ വാഹനമാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്റ്റേജ് 1ൽ സോളിഡ് പ്രൊപ്പലൻ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റേജ് 2ൽ ലിക്വിഡ് പ്രൊപ്പലൻ്റ് ഉപയോഗിക്കുന്നു. സ്റ്റേജ് 3ൽ സോളിഡ് പ്രൊപ്പലൻ്റാണ്. അതുപോലെ തന്നെ സ്റ്റേജ് 4ൽ ലിക്വിഡ് പ്രൊപ്പലൻ്റാണ്. സോളിഡ്, ലിക്വിഡ്. ഓക്കെ, ഇത്രയും 4 സ്റ്റേജുകളാണ് ഈ PSLVക്കുള്ളത്. ഇതിലെ 4th സ്റ്റേജാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. PSLVയുടെ എല്ലാ 4th സ്റ്റേജ് PS4 PSLV സ്റ്റേജ് 4 എന്ന ഭാഗം അന്തരീക്ഷത്തിലേക്ക് ഉപഗ്രഹങ്ങളെ പ്ലേസ് ചെയ്യുന്നതിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതായത് ഉപഗ്രഹങ്ങളെ അന്തരീക്ഷത്തിലേക്ക് നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിച്ചു കൊടുക്കുന്ന ധർമ്മമാണ് പ്രധാനമായിട്ടും സ്റ്റേജ് 4 അഥവാ PS4 ചെയ്യുന്നത്. ഇനി PS4ൻ്റെ കൂടുതലായിട്ട് നോക്കുവാണെങ്കിൽ ആ PS4നെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് POEM-2 എന്താണെന്ന് അറിയാൻ കഴിയൂ. ഇതാണ് PS4 എന്നറിയപ്പെടുന്ന സ്റ്റേജ് 4. ഓക്കെ, ഇതിൻ്റെ ഈ ഭാഗത്ത് ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഉപഗ്രഹങ്ങൾ അന്തരീക്ഷത്തിലെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിച്ചതിനു ശേഷം ഇത് അന്തരീക്ഷത്തിൽ തന്നെ കടങ്ങുകയാണ് പതിവ്. സാധാരണഗതിയിൽ എല്ലാ
വിക്ഷേപണ വാഹനങ്ങൾ വിക്ഷേപിച്ചതിന് ശേഷം അതിൻ്റെ 4th സ്റ്റേജ് ആയിട്ടുള്ള ഭാഗം അന്തരീക്ഷത്തിൽ തന്നെ കറങ്ങുകയാണ് പതിവ്. അതൊരു മാലിന്യമായിട്ട് അന്തരീക്ഷത്തിൽ അങ്ങനെ കിടക്കും. ഇതൊരു ആഗോള പ്രശ്നം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം നടന്നു വരുന്നൊരു സമയം തന്നെയാണിത്. അപ്പോൾ എങ്കിലും ഇപ്പോൾ PSLV അതിൽ ISRO ഇതിനൊരു പരിഹാരം എന്ന മുറയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് ഇതിലൊരു ഓർബിറ്റൽ ഒരു പ്ലാറ്റ്ഫോം ഘടിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാകും. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആവശ്യമുള്ള പല പരീക്ഷണങ്ങളും നമുക്ക് അന്തരീക്ഷത്തിൽ വെച്ച് ചെയ്യാവുന്നതാണ്. പല പരീക്ഷണങ്ങൾ അന്തരീക്ഷത്തിൽ നമുക്ക് ചെയ്യാനുണ്ട്. ആ പരീക്ഷണങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഒരു പെലോഡുകളൊക്കെ ഇവിടെ ഘടിപ്പിക്കുന്നു. ഈ 4th സ്റ്റേജിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആ പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിക്കുകയും ആ ഉപകരണങ്ങൾ വർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏതൊരുക്കുന്നു ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ. ഇതുപോലെ ലിഥിയം ബാറ്ററികളുണ്ട്, അതുപോലെ തന്നെ സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന് പവർ കൊടുക്കുന്നു. അപ്പോൾ ഉപകരണങ്ങൾ വർക്ക് ചെയ്ത് പരീക്ഷണങ്ങളെല്ലാം ചെയ്യുന്നു. ആ പരീക്ഷണങ്ങൾ ഭൂമിയിലേക്ക് അയക്കാനും ഭൂമിയിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളെല്ലാം ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കമ്മ്യൂണിക്കേഷനും ഇത്തരമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് PSLV സ്റ്റേജ് 4 എന്ന ഭാഗത്തെ ഒരു ഓർബിറ്റൽ പ്ലാറ്റ്ഫോമായിട്ട് മാറ്റുകയാണ് ഉണ്ടാകുക. ഓക്കെ, ഇത്തരം ഓർബിറ്റൽ പ്ലാറ്റ്ഫോമിനെയാണ് PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ എന്ന പേരിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതെല്ലാ PSLVയുടെ വിക്ഷേപണങ്ങളിൽ അവസാനത്തെ ഭാഗം ഇതുമായി ഇങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണ് പതിവ്. ഓക്കെ, ഇതിൻ്റെ കാലാവധി ഏകദേശം 1 മാസം മുതൽ 6 മാസം വരെയൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. അതിനുള്ള സ്റ്റോറേജ് ബാറ്ററി കപ്പാസിറ്റി മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഓക്കെ, അതിനുശേഷം ഈ ഉപകരണങ്ങളുടെ പരീക്ഷണങ്ങൾക്കെല്ലാം ശേഷം ഇത് പിന്നീട് തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് റീ എൻട്രി ചെയ്യിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുകയും ചെയ്യും. ഓക്കെ, അന്തരീക്ഷത്തിലെ മാലിന്യങ്ങൾ കുറവുണ്ടാവുകയും ചെയ്യും. നമ്മളായിട്ട് മലിനപ്പെടുത്തുന്നില്ല അന്തരീക്ഷത്തിനെ. ഓക്കെ, ഇത്തരം ഒരു കൺസെപ്റ്റാണ് ഈ പോയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റൽ മൊഡ്യൂളിനുള്ളത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഏതൊരു മിഷനെക്കുറിച്ചിട്ടും കൂടുതൽ വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ അങ്ങനെ പതിഞ്ഞു നിൽക്കും. ഏതെങ്കിലും ഒരു ഭാഗം നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കുറച്ച് കാലം കൂടി അത് ഓർമ്മയിൽ നിൽക്കും. അല്ലാതെ നമ്മൾ വിക്ഷേപിച്ചത് തെയ്തി, അതെന്താണ് വിക്ഷേപിച്ചത്, പേലോഡിൻ്റെ പേര്, ഇതെല്ലാം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ സമയം നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ കാലം നമുക്ക് നമ്മളുടെ മനസ്സിൽ ഇനി ഏതൊരു വിക്ഷേപണം നടക്കുമ്പോഴും അത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. ഓക്കെ.